ഈ അത്ഭുത രൂപായത് ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടെന്നല്ല അറിഞ്ഞിട്ട് അദ്ദേഹം ഗുസ്നവീസിനെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയുണ്ടായി. ഇതാണ് ഗുസ്നവീസിനെ ഖുറാൻ ഷരീഫ് की एक അനുകൃതി മഹാരാജ് को दिखाई. ഗുസ്നവീസ് എന്ത് ചെയ്തു? ആ ഖുറാന്റെ രൂപം എന്ത് ചെയ്തു? മഹാരാജാവിനെ കാണിച്ചു നൽകി. മഹാരാജ് രൺജീത് സിംഗിനെ. महाराजा रणजीत सिंह ने बड़े सम्मान से अनुकृति को उड़ाकर अपने माथे से लखाया. അദ്ദേഹം എന്താ ചെയ്തത്? വളരെ ആദരപൂർവം ആ ഖുറാൻ എന്ത് ചെയ്തു? മുകളിലേക്ക് ഉയർത്തി തന്റെ നെറ്റിയില് അതായത് ബഹുമാനിക്കുന്ന രീതിയില് നെറ്റിയിൽ ഇങ്ങനെ വെക്കില്ലേ ബുക്ക്. उन्होंने आदेश दिया गुस्नवीस को उतना धन दे दिया जाए जितना वह चाहता है और कुरान शरीफ की इस अनुमति को मेरे संग्रहालय में रख दिया जाए. ഇത് അദ്ദേഹം പറഞ്ഞു എന്ത്? ഗുസ്നവീസിന് എത്ര പണമാണോ ധനമാണോ ഇതിനു വേണ്ടി നൽകേണ്ടത് അത്രയും നൽകുക. എന്നിട്ടോ ഈ ഖുറാൻ അത് എന്റെ അടുത്ത് കൊണ്ടുവെക്കുക. ഇതെനിക്ക് വേണം, അതിന് എത്ര വില വേണമെങ്കിലും ഞാൻ നൽകാമെന്ന് അറിയിപ്പ് നൽകി. മഹാരാജാ की एक बात सुनकर सभी को आश्चर्य हुआ. രാജാവിന്റെ ഈ കാര്യം കേട്ടപ്പോ എല്ലാവർക്കും ആശ്ചര്യപ്പെട്ടു. फकीर अजीजुद्दीन ने पूछा, हुजूर आपने इस अनुमति के लिए बहुत बड़ी धनराशि दी है. അപ്പൊ അവിടുത്തെ ഒരാളെന്താ പറഞ്ഞത്? ഹുസൂർ. ഹുസൂർ എന്ന് പറഞ്ഞാൽ രാജാവിനെ, അങ്ങുന്നേ, യജമാനെ എന്ന് വിളിക്കുന്നതാണ് ഹുസൂർ. താങ്കൾ ഇതിനു വേണ്ടി കുറെ പണം വെറുതെ കളയുകയാണല്ലോ. പരന്തു വഹത്തോ ആപ്കെ കിസി കാം കി നഹീ ഹൈ. നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ആവശ്യം പ്രയോജനമൊന്നും തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത്? അലൻ പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ. आप तो सिख है और एक मुसलमानों की धर्म पुस्तक. നിങ്ങള് സിഖുകാരനാണ്, പക്ഷെ ഈ ബുക്ക് മുസൽമാന്റെ ധാർമ്മികമായ പുസ്തകമാണ്, ധർമ്മ പുസ്തകമാണ് അല്ലെ. ഇത് മതഗ്രന്ഥമാണ് ഇത് ഖുറാൻ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ആവശ്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. മഹാരാജനെ ഉത്തർ ദിയ. അപ്പൊ രാജാവ് ഉത്തരം നൽകി എന്താ? ഫക്കീർ സാഹബ് ईश्वर की यही इच्छा है कि मैं सभी धर्मों को एक नजर से देखूं. എന്താണ് ഈശ്വരന്റെ ആഗ്രഹം? നമ്മളെല്ലാ മതക്കാരെയും വേറെ വേറെ വേർതിരിച്ച് കാണാതെ ഒരു കണ്ണിലൂടെ കാണുക. അതായത് എല്ലാ മതക്കാരും ഒന്നാണെന്നുള്ള നോട്ടത്തില് കാണണം എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അല്ലേ? पेज नंबर 33 ആണ് പറഞ്ഞത്. पेज नंबर 34 नेक्स्ट. रणजीत सिंह को 21 वर्ष की आयु में महाराजा की उपाधि से विभूषित किया गया. ഈ രൺജീത് സിംഗ് 21ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്താവുന്നത്? മഹാരാജാവ് എന്ന ഉപാധി ലഭിക്കുന്നത്. മഹാരാജാവായി തീർന്ന അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ്? വെറും 21. वे महाराजा बनने के बाद भी कभी राज सिंहासन पर नहीं बैठे. അദ്ദേഹം മഹാരാജാവായതിനു ശേഷം എപ്പോഴും ഇങ്ങനെ സിംഹാസനത്തിൽ കയറി ഇരിക്കുക ചെയ്തിട്ടില്ല. സ്ഥിരമായിട്ട് അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാളല്ല. उन्हें अपने दरबारियों के साथ भूमि पर बैठना अच्छा लगता था. അദ്ദേഹത്തിന് എന്താ ഇഷ്ടം? അതായത് കൊട്ടാരത്തിലെ സിംഹാസനത്തിന് മുകളിൽ കയറി ഇരിക്കുന്നതല്ല ഇഷ്ടം. തന്റെ രാജസദസ്സിലുള്ള ബാക്കിയുള്ളവരുടെ കൂടെ നിലത്തിരിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. മനസ്സിലായോ? वे अपने उदार स्वभाव, न्यायप्रियता और सभी धर्मों के प्रति समानता की भावना के लिए प्रसिद्ध. അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം, ഏത് സ്വഭാവം? സാധാരണക്കാരനെ പോലെ താഴെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ഒരു സ്വഭാവത്തിന് വ്യത്യാസമില്ലേ? ഉണ്ടല്ലേ? ഒരു പാവം, ദയ, ഉദാരത. പിന്നെ അതുപോലെ തന്നെ എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരു കണ്ണിൽ കാണണം എന്ന അദ്ദേഹത്തിന്റെ ആ ഇതും ഉറച്ച തീരുമാനം, ഇതൊക്കെയാണ് അദ്ദേഹം പ്രസിദ്ധനാവാനുള്ള കാരണം.
प्रजा के दुखों और कष्टों को दूर करने के लिए वे सदैव तत्पर रहते थे. വേറൊരു സ്വഭാവം കൂടി ഉണ്ട്. പ്രജകളുടെ ദുഃഖങ്ങള് സങ്കടങ്ങൾ കാണുവാനും കഷ്ടപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും അദ്ദേഹം എപ്പോഴും അതിനായി മെനക്കെടുമായിരുന്നു. അതിനായി സമയം കണ്ടെത്തുമായിരുന്നു. പ്രജകൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ ഇല്ലാതാക്കി തീർക്കുകയാണ് ആരുടെ ജോലി? रणजीत सिंह. एक बार महाराजा रणजीत सिंह ने अपनी सेना के साथ किसी जंगल में पड़ाव डाला. ഒരു ദിവസം രൺജീത് സിംഗ് എന്ത് ചെയ്തു? തന്റെ സൈന്യത്തിനെയും കൂട്ടി ഒരു കാട്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ്. खाना बनाते समय सैनिकों को ध्यान आया कि वे अपने साथ नमक लाना भूल गए. അപ്പൊ കാട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പാചകം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നമക്ക് ലാന ഭൂൽ ഗയേ ഹെ. ഭൂൽ ജാന പറഞ്ഞാൽ മറന്നു പോവുക. നമക്ക് പറഞ്ഞാൽ നമക്ക് സാൾട്ട്, ഉപ്പ്. അവർ ഉപ്പ് എടുക്കാൻ മറന്നുപോയിരുന്നു. ബാക്കി എല്ലാ സാധനം കയ്യിലുണ്ട്. മനസ്സിലായോ? ऐसे में कुछ सैनिक पास के गांव से नमक ले आए. അപ്പൊ അതിലെ സൈനികന്മാരിൽ ഒരാൾ എന്ത് ചെയ്തു? അടുത്തുള്ള ഗ്രാമത്തിൽ പോയിട്ട് ഉപ്പ് കൊണ്ടുവന്നു. അലൻ ഇപ്പൊ ഏത് പേജാ വായിക്കുന്നത് മനസ്സിലായോ? 34. ഇടയ്ക്ക് എന്താ പിന്നെ വീഡിയോ ഓഫ് ആയി പോന്നേ? അത് ജസ്റ്റ് കട്ടായി പോയതാ. വെറുതെ പോവില്ല കേട്ടോ. നെറ്റിന്റെ പ്രശ്നമൊന്നും ഇല്ല അലൻ ജോസഫിന് കേട്ടോ. അല്ല, ഞാൻ വൈഫൈ പുറത്തു പോയി വെച്ചില്ല, അതെന്താ ഇവിടെ വെച്ച്. നേരത്തെ റെഡിയാക്കി വെക്കണേ, കുഴപ്പം വിടൂല കേട്ടോ. सैनिकों के वापस लौटने पर महाराजा रणजीत सिंह ने पूछा, क्या नमक का मूल देकर आए हो? ഇതിന് വല്ല പൈസയും കൊടുത്തോ? അതായത് ഉപ്പിന് ആ നമുക്ക് സാൾട്ട് വാങ്ങുന്നിടത്ത് വല്ല വിലയും മൂല്യം എന്ന് പറഞ്ഞ വില പൈസ കൊടുത്തോ? സൈനികോं ने कहा, नमक का भी क्या मूल्य देना? ഉപ്പിന് എന്തിനാ പൈസ കൊടുക്കേണ്ടത്? तभी महाराजा ने कहा, तत्काल जाओ और नमक का मूल्य देकर आओ. ഒരു കാര്യം, തൽക്കാലം ഇപ്പൊ പോ, അതിന്റെ വില എന്താന്ന് മനസ്സിലാക്കിയിട്ട് വാ. ഉപ്പിന്റെ വില എന്താന്ന് മനസ്സിലാക്കാം. ഉപ്പില്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ചായ ഒക്കെ കുടിക്കാം അല്ലെ? ആവോ? ഷോണിനാവോ അല്ലെ? ഉപ്പ് തീരെ ഇല്ലാതെ കഴിക്കോ? ശ്രീദേവ് കഴിക്കോ ഉപ്പില്ലാതെ? ഇജാസിനാവോ? ഉപ്പ് വേണ്ടേ? ഒരു ദിവസം കുറച്ചെങ്കിലും നമുക്ക് ഉപ്പ് കഴിക്കാൻ വേണ്ടേ? ചോറ് മാത്രം ഇങ്ങനെ തിന്നാൻ പറ്റുമോ? കഴിക്കാൻ പറ്റും. അന്മരിക്കാവോ? ഇല്ല, മിസ്സിനാവില്ല. ഫെയ്ത്തിനാവോ? ഫെയ്ത്തിനാവില്ല എന്നാ പറഞ്ഞേ. തീയക്കാവോ? ഉപ്പില്ലാതെ ഒരു ദിവസം തീരെ ഉപ്പില്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അലൻ ജോസഫ് ശ്രീദേവിന് ഷോണിനും ആവുന്ന കറിക്കൊക്കെ ഇച്ചിരിയൊക്കെ ഉപ്പിടുമായിരിക്കും. എങ്ങനെ? കറിക്ക് ഇച്ചിരി അത് പറ്റൂല. എന്റെ ചോദ്യം എന്താണ്? ഒരു ദിവസം നിങ്ങൾ ഉപ്പില്ലാതെ ഒരു ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. കറിക്ക് പിന്നെ കുറച്ചിടാനൊന്നും ഞാൻ വിടില്ല, പറ്റില്ല. അപ്പൊ അതിന്റെ മൂല്യം എന്താന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഉപ്പില്ലാതെ നമുക്ക് ഏത് ഭക്ഷണം എന്ത് ചെയ്യാൻ പറ്റില്ല? ചായ ഒക്കെ കുടിക്കാം, പക്ഷെ അതുപോലെയല്ല. ബാക്കിയുള്ള ഭക്ഷണത്തിന് എന്തിനും നമുക്ക് എന്ത് വേണം? അല്പമെങ്കിലും ഉപ്പിടണം അല്ലെ? यदि राजा मुफ्त में नमक लेगा तो उसके सिपाही एक बार तो पूरा गांव की लूट लेंगे. उनकी इस बात को सैनिकों के मन पर गहरा असर हुआ. ആ സൈനികന്റെ മനസ്സിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിന്നിട്ടുണ്ട്. ഇതിന്റെ വില മനസ്സിലാക്കിയിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ
एक बार महाराजा कहीं जा रहे थे, रास्ते में अचानक कहीं से एक पत्थर उसके माथे पर आकर लगा. ഒരു ദിവസം രാജാവ് വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് അതിന്റെ നെറ്റിയിലേക്ക് ഒരു കല്ല് വന്നു വീണു. മാധേ സേ ഗൂൻ പഹ്നയിലേക്ക്. മാധ മീൻസ് മാധ, രണ്ടാമത്തെ ധായാണ്. മാത എന്ന് പറഞ്ഞാൽ അമ്മ, മാതാജി. ഇത് മാധ, നെറ്റിത്തടത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, മാധ. മാധേ സേ ഗൂൻ പഹ്നയിലേക്ക്. ആ നെറ്റിയിൽ നിന്ന് രക്തം ഒഴുകി വരാൻ തുടങ്ങി. സൈനിക് തുരന്ത് ഉസ് ബുഡിയ കോ പക്കട് ജായ്. പെട്ടെന്ന് സൈനികര് ഒരു സ്ത്രീയെ, ഹൃദയായ സ്ത്രീയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ഇസ്നെ പത്തർ ഫേങ്കാത. ആ സ്ത്രീയാണ്, ആ അമ്മയാണ് എന്ത് ഈ കല്ലെറിഞ്ഞത്. പക്ഷെ രാജാവിനെ എറിഞ്ഞതല്ല കേട്ടോ. ബുഡിയാനെ ഹാത്ത് ജോഡുകർ കഹാ മുജേ ക്ഷമാ കർ ദോ. ആ സ്ത്രീ കൈകൂപ്പിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞെന്താ, എന്നോട് ക്ഷമിക്കൂ. मेम तो पत्थर फेंककर अपने पोते के लिए फल तोड़ने की कोशिश कर रहे हैं. ഞാൻ കല്ലെറിഞ്ഞത് എന്റെ മക്കൾക്ക് വേണ്ടി പഴങ്ങൾ പറിക്കാൻ വേണ്ടിയാണ് ഞാൻ കല്ലെറിഞ്ഞത്. പത്ഥർ തിരക്കിട്ട് ആപ്കെ മാതേ പർ ലഗ് ഗയാ. അപ്പൊ അതിൽ നിന്നൊരു കല്ല് അറിയാതെ എറിഞ്ഞത് താങ്കളുടെ നെറ്റിയിൽ കൊണ്ടുപോയതാണ്, എന്നോട് ക്ഷമിച്ചാലും എന്ന് ആ സ്ത്രീ പറഞ്ഞു. महाराजा ने उसी समय उस बुढ़िया को कुछ धन देकर आदरपूर्वक बहाम से भेज दिया. രാജാവ് എന്താ ചെയ്ത, ഉടനെ തന്നെ ആ സ്ത്രീക്ക് കുറച്ച് പണം നൽകിക്കൊണ്ട് ആ സ്ത്രീയെ ബഹുമാനപൂർവം അവിടുന്ന് പറഞ്ഞു വിട്ടു. സൈനികർക്കോ ബഹുത്ത് ആശ്ചര്യം. അത് കണ്ടപ്പോഴേ സൈനികർക്ക് ആശ്ചര്യം തോന്നി. കാരണം എന്തേ, എറിഞ്ഞ സ്ത്രീ, കല്ലുകൊണ്ട് എറിഞ്ഞ സ്ത്രീക്കാണ് എന്തുകൊണ്ടത് കുറെ പണം അല്ലേ. മഹാരാജാനെ കഹാ यदि एक पेड़ पत्थर मारने पर फल देता है तो मैं क्या पेड़ से भी गया गुजरा हूँ. ഒരു മരത്തിന്റെ മുകളില്, അതായത് പഴങ്ങളുടെ ഒരു മരത്തിന്റെ മുകളിൽ കല്ലെറിഞ്ഞാല് ഒരു പഴം വീഴുന്നില്ലേ, കല്ലിന് പകരമായിട്ട് പഴം ഒരു മരം തരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഉപകാരം എന്നെ കൊണ്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ആ പണം കൊടുത്തതിനെ കുറിച്ച്. ऐसे उदार और सरल स्वभाव के महाराजा रणजीत सिंह. അങ്ങനെ അതായത് ഉദാര മനസ്സ് ദയയുള്ളവൻ, കരുണയുള്ളവനും സരള സ്വഭാവം, ലളിതമായ സ്വഭാവമുള്ളവനും, അതായത് കടുകട്ടി എന്ന് പറയുക അല്ലെ, മൃദുലമായ സ്വഭാവമുള്ളവനുമായ രാജാവായിരുന്നു ആര്, രാജ രൺജിത് സിംഗ്. ക്ലിയർ ആയോ? അപ്പൊ എനിക്കിപ്പോ പറയാനുള്ളത്, ഒക്ടോബർ 1st വീക്ക് നിങ്ങൾക്ക് എക്സാം ആണ് അല്ലെ, എഴുത്ത് പരീക്ഷ. അത് ഗൂഗിൾ ഫോമിലല്ല, എഴുതാനുള്ളതാണ്. നമുക്കപ്പോ ഈ 6 പാഠങ്ങൾ മതി. ഒന്നാമത്തെ പാഠം മുതൽ, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 6ാമത്തെ പാഠം വരെ. പക്ഷേ കഴിഞ്ഞ ഗൂഗിൾ ഫോമിൽ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ളവ നന്നായിട്ട് പഠിക്കുക. അതിന് മുന്നേയുള്ള പാഠത്തിൽ ചിലപ്പോ ചില ചോദ്യങ്ങൾ ഉണ്ടാവും. കൂടുതലും പ്രാധാന്യം ഏതിനാണ്, കഴിഞ്ഞ എക്സാമിന് ശേഷമുള്ളവ ഒരു 75% ക്വസ്റ്റ്യൻ അതിൽ നിന്നായിരിക്കും. ബാക്കി 25 എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ലെസൺ മുതൽ. അപ്പൊ ഒന്നാമത്തെ ലെസൺ മുതൽ 6 ചാപ്റ്റർ ആണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. ഡൗട്ട് വരുമോ ഇനി? ഇല്ല, 6 ചാപ്റ്റർ ആണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. കൂടുതൽ നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബാക്കി നമുക്ക് മെല്ലെ എടുക്കാം, വേഗം തിരക്കിട്ട് പോകേണ്ട പണിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ 6ാമത്തെ വർക്കുകൾ എഴുതിയാൽ അത് കംപ്ലീറ്റ് ആവും. 6ാമത്തെ വർക്കുകൾ എഴുതിയാല് അത് കംപ്ലീറ്റ് ആവും. അപ്പൊ അടുത്ത ക്ലാസ്സില്, നെക്സ്റ്റ് വെനസ്ഡേ നമുക്ക് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഒരു റിവിഷൻ പോലെ വെക്കാം. എല്ലാ പാഠഭാഗവും ഒന്ന് വായിച്ചിട്ട് വരിക. മിസ് ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ആൻസർ പറയും, പാഠഭാഗം വായിച്ചൊക്കെ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. എല്ലാ പാഠം
എല്ലാ പാഠങ്ങളും അല്ലാണ്ട് ഒരു പാഠം ഞാൻ പഠിച്ചു വരാന്നല്ല പറഞ്ഞത്. എല്ലാ പാഠം ഒന്ന് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. മിസ് ചോദിക്കുന്നതിന് ആൻസർ കിട്ടോ നോക്കുക. പഠിച്ച് കുറെ ശ്രമിച്ച് പഠിക്കാം. അതില് നിങ്ങള് അടുത്ത എക്സാം എഴുത്ത് പരീക്ഷയാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറും വേർഡ് മീനിങ്ങും ഒക്കെ എഴുതി പഠിക്കുക കേട്ടോ. ബുക്കിലേക്ക് ഹിന്ദി ഇങ്ങനെ വായിച്ചു പഠിച്ചാൽ പോരാ, വലിയ മിസ്സിലേക്ക് മാർക്ക് പോവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? എഴുതി പഠിക്കുക. ഓരോ പാഠഭാഗവും ടെക്സ്റ്റ് വായിക്കുക, അതിനുശേഷം അതിന് വേർഡ് മീനിങ് എഴുതി പഠിക്കുക. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ട് അതൊക്കെയാണ് എക്സാമിന് വരിക. അതായത് വേർഡ് മീനിങ്ങിൽ ഓർമ്മിക്കണം, ഹിന്ദി മീനിങ് അല്ല എഴുതേണ്ടത്, ഇംഗ്ലീഷ് മീനിങ് ആണ്. വീണ്ടും വീണ്ടും സംശയം വരരുത്. ഹിന്ദി മീനിങ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഹിന്ദിയുടെ ഇംഗ്ലീഷ് മീനിങ് ആണ്. അപ്പൊ നിർബന്ധമായി നിങ്ങള് ഹിന്ദി മീനിങ് പഠിക്കണ്ട. നിങ്ങൾ ഇപ്പൊ തൽക്കാലം എന്ത് പഠിച്ചാൽ മതി? ഓരോ ഹിന്ദി വേർഡിന്റെയും ഇംഗ്ലീഷ് മീനിങ് എഴുതി പഠിക്കാം. പിന്നെ സമാനാർത്ഥി ശബ്ദം പഠിക്കണം. സമാനാർത്ഥി ശബ്ദം പര്യായ പദങ്ങൾ, സമാനാർത്ഥമുള്ള ശബ്ദങ്ങൾ, പര്യായ പദങ്ങൾ പഠിക്കണം. മുഹാവരെ, പിന്നെ ലിഖിത പ്രശ്നം പറഞ്ഞ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുന്ന ക്വസ്റ്റ്യൻ ആൻസർ, പിന്നെ ശരിയായ കറക്റ്റ് ആൻസർ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുണ്ടാവും. ഉചിത് വികല്പ ചുരുക്കറിന്റെ ഓരോ പാഠഭാഗത്തിലില്ലേ, കറക്റ്റായ 3 ആൻസർ കൊടുക്കും. അതിൽ നിന്ന് കറക്റ്റായ ആൻസർ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി ഉണ്ടാവും. ചിലപ്പോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയുള്ളവ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ വിലോമ ശബ്ദ, ചില പാഠങ്ങളിൽ വിലോമ ശബ്ദം ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങള് നന്നായിട്ട് പഠിച്ചു വരിക. അതുപോലെ മാട്രിക് ഫോളോവിങ്, അങ്ങനെയുള്ളവയെല്ലാം നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇതിലെ പേജ് നമ്പർ 35 എടുത്തോളൂ. വേർഡ് മീനിങ് നോട്ടിലേക്ക് എടുത്തെഴുതണം. സമാനാർത്ഥി ശബ്ദം ഉണ്ട് അവിടെ, മുഹാവര ഉണ്ട്. സമാനാർത്ഥി ശബ്ദം ഏതൊക്കെയാ? ഷേർ, സിംഹ, വനരാജ്, കേഹരി. നിഡർ, ചേർന്നെന്താ? ലയൺ, സിംഹം. നിഡർ, നിഡർ എന്ന് പറഞ്ഞാല് ധൈര്യമുള്ളവൻ, പേടിയില്ലാത്തവൻ എന്നർത്ഥം. നിർഭീക്, അഭയ്, നിർഭയ്. 2 പഠിച്ചാൽ മതി, 3 വേണ്ട. 2 പര്യായ പദങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് കല. കല, ഹുനർ, ഗുണ, കൂബി. കല എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം വേർഡാണ് കല. കൂൻ, കൂന ബ്ലഡ്, രക്തം. ലാഹു, ലഹു, രക്തം. മൂല്യം, മൂല്യം എന്ന വില, വില, മൂല്യം, വില. മോൾ, കീമത്ത്, ദാം. യുദ്ധ, യുദ്ധം എന്ന യുദ്ധം. रण, लड़ाई, संग्राम. नेक्स्ट मुहावरे. दांत खट्टे करना, हरा देना. दांत खट्टे करना പറഞ്ഞാൽ പല്ല് കൂട്ടിപ്പിടിക്കാനും അങ്ങനെ അർത്ഥം. ഹരാ ദേന എന്നാണ് ശരിയായ അർത്ഥം, തോൽപ്പിക്കുക. एक नजर से देखना, ഒരേപോലെ സമാൻ ഭാവ് സെ ദേഖന, ഒരേപോലെ തുല്യരായി കാണുക. അതാണ് ഒരു കണ്ണിലൂടെ നോക്കുക എന്ന് പറഞ്ഞ, ഒറ്റ കണ്ണിൽ മാത്രം നോക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരു കണ്ണെ അത് അവർക്ക് ഇല്ലെന്നാണോ? അല്ല, പിന്നെയോ എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരു ഒറ്റ ഇത് കാണുക. നെക്സ്റ്റ് ശ്രുതലേഖ. ആക്രമണകാരി, അനുകൃതി, സംഗ്രഹാലയ, अधिदुदी, विभूषित, तल्पर. नेक्स्ट मौखिक प्रश्न. शेर ए पंजाब के नाम से कौन प्रसिद्ध है? पंजाबिले शेर പറഞ്ഞോ സോൺ. മിസ്, ഈ ഓറൽ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമായിരിക്കും? എന്താണ് മോനെ? ഓറൽ ക്വസ്റ്റ്യൻ. ഓറൽ ക്വസ്റ്റ്യൻ വരില്ല.
ക്ലാസ് നമ്മൾ ചോദിക്കുന്നത് ഗൂഗിളിലെ എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട് 1 വേർഡ്. എന്നാലും മനസ്സിലാക്കി വെക്കണേ. പഞ്ചാബിലെ ഷെയർ ആയിട്ട് ആരെയാണ് പേര് കേട്ട ആള്? ഇതിന്റെ പേരെന്താ? രഞ്ജിത് സിംഗ്. രാജാ രഞ്ജിത് സിംഗ്. രഞ്ജിത് സിംഗ് ബച്പൻ സെ ഹി കിൻ കലാओं में निपुण थे. രഞ്ജിത് സിംഗ് കുട്ടിക്കാലത്ത് തന്നെ ഏതൊക്കെ കലകളിലാണ് കഴിവ് തെളിയിച്ചിട്ടുള്ളത്? ഗുഡ്സവാരി അല്ലേ, തൽവാർ ബാജി ഓർമ്മയില്ലേ? വാളും പരിചയമൊക്കെ ഉപയോഗിക്കാൻ അറിയാം, കുതിര സവാരി അറിയാം അല്ലേ? രാജ്യമേ കിസ് രോഗ കാ പ്രകോപ ഛായാ ഹുവാ ഥാ. ആ രാജ്യത്ത് എന്ത് അസുഖമായിരുന്നു പടർന്നു പിടിച്ചത്? അസുഖത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? ഹിന്ദിയില് ചിക്കൻ ബോക്സിന്റെ വേറെ പേര് ചേച്ചക്. അതിന്റെ പേര് ചേജക്. അത് ചിക്കൻ ബോക്സ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു. ഖുറാൻ ഷരീഫ് की അനുകൃതി किसने तैयार की? ആരാണ് ഖുറാൻ ഷരീഫ് നിർമ്മിച്ചത്? ആളുടെ പേര് ഗുസ്നവീസ്. ടെക്സ്റ്റ് വായിച്ചാലേ എന്റെ ആൻസർ പറയാൻ കിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ മീനിങ് മിസ് പറഞ്ഞുതരാം. മഹാരാജ രഞ്ജിത് സിംഗ് को शेर ए पंजाब क्यों कहा जाता है? മഹാരാജാവായ രഞ്ജിത് സിംഗിനെ എന്തുകൊണ്ടാണ് പഞ്ചാബിലെ ഷേർ എന്ന് വിളിക്കുന്നത്? കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ആക്രമണകാരികളെ ഒറ്റക്കെട്ടായി നേരിടുമായിരുന്നു അല്ലെ? അതുകൊണ്ടാണ് ഈ യോദ്ധാവിനെ പഞ്ചാബിലെ ഷേർ എന്ന് വിളിച്ചിരുന്നത്. മിസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിലയക്കും, മാർക്ക് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കുക. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ നിങ്ങൾക്ക് സ്കൂൾ ലീവ് ആയിരുന്നില്ലേ? ഒരു സമാധിയുടെ മൺഡേ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, തിങ്കളാഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഏതൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നത്? ഏതൊക്കെ സബ്ജക്റ്റ് ആയിരുന്നു? 2 സബ്ജക്ട് ഉണ്ടായിരുന്നു. ഏതൊക്കെ? സോഷ്യൽ തന്നെ രണ്ടും. 2 സോഷ്യൽ ആയിരുന്നു. സോഷ്യലിന്റെ ക്ലാസ്സില് 2 ക്ലാസ്സിലും ആബ്സെന്റ് ആയവർ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സില്? സോഷ്യലിന്റെ 2 ക്ലാസ്സിലും ഷോൺ പ്രസന്റ് ആയിരുന്നോ? ഇജാസ് 2 ക്ലാസ്സിൽ പ്രസന്റ് ആണോ? ശ്രീദേവ്, ആൻമരിയ മൺഡേ സോഷ്യൽ ക്ലാസ്സിൽ 2 ക്ലാസ്സിലും പ്രസന്റ് ആയിരുന്നോ? റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉറപ്പാണല്ലോ. അലൻ ജോസഫ് പ്രസന്റ് ആയിരുന്നു മിസ്. 2 ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തോ? 2 ക്ലാസ്സിലും പ്രസന്റ്. എന്താണ്? 2 ക്ലാസ്സിലും പ്രസന്റ് ചെയ്തിരുന്നു മിസ്. പ്രസന്റ് ചെയ്തിരുന്നു. ദിയ 2 ക്ലാസ്സിലും കയറി മിസ്. പ്രസന്റ് ആയിരുന്നു. യെസ് മിസ്. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രസന്റ് ആയിരുന്നു, ഉറപ്പാണല്ലോ. ഓക്കെ, ആൻമരിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ശ്രേയക്ക് സുഖമില്ല. ശ്രേയ വിവരം അറിയിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. എങ്കിലും എന്നെ അറിയിച്ചിട്ടുണ്ട്. सेकंड क्वेश्चन, महाराजा रणजीत सिंह की बाई मांग की रोशनी कैसी चली गई? മഹാരാജാവ് രഞ്ജിത് സിംഗിന്റെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയായിരുന്നു അത്? ഓർമ്മയുണ്ടോ? എങ്ങനെ? സ്ട്രെയിറ്റ് ആൻസർ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടില്ലല്ലോ. രോഗികളെ, ഈ ചേതക വന്ന രോഗികളൊക്കെ ശുശ്രൂഷിക്കാൻ ആര് പോയിട്ടുണ്ടായിരുന്നു അടുത്തേക്ക്? മഹാരാജാവ് രഞ്ജിത് സിംഗ് അല്ലേ? അങ്ങനെയാണ് അതിന്റെ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നത്. थर्ड क्वेश्चन, कुरान शरीफ की अनुग्रह देखकर महाराजा रणजीत सिंह ने क्या आदेश दिया?
ആ ഖുറാൻ ഷരീഫ് ബുക്ക് ഇത് മതഗ്രന്ഥം കണ്ടപ്പോഴേ എന്തായിരുന്നു രാജാവ് പറഞ്ഞത്? അതിന് എത്ര റേറ്റ് വേണമെന്ന് നമ്മൾ നൽകാം അല്ലെ? എനിക്കത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ? ആണോ? गुड़िया को आदरपूर्वक धन देकर भेजने पर सैनिक हैरान क्यों हुए? എന്തിനാണ് ആ വൃദ്ധയ്ക്ക് ബഹുമാനപൂർവം പണം നൽകി വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ സൈനികർ ആശ്ചര്യപ്പെട്ടു പോയത്? ആ രാജാവിനെ കല്ലെറിഞ്ഞത് ആരാണ്? ആ സ്ത്രീ ആയിരുന്നു അല്ലെ? എന്നിട്ടോ ആ സ്ത്രീക്ക് പണം നൽകി വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ സൈനികരെ ആശ്ചര്യപ്പെട്ടു പോയതാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, महाराजा रणजीत सिंह के जीवन से रणजीत सिंह के जीवन से आप क्या प्रेरणा ले सकते हैं? അലൻ വീഡിയോ ഓൺ ചെയ്തേ. അലൻ ജോസഫ്, महाराजा रणजीत सिंह के जीवन से आप क्या प्रेरणा ले सकते हैं? മഹാരാജാവായ രൺജീത് സിംഗിന്റെ ജീവിത കഥയിലൂടെ നിങ്ങൾക്ക് എന്ത് പ്രേരണ ലഭിച്ചത്? കല്ലെറിഞ്ഞതിന് കുറെ പണം നൽകും അല്ലെ? അതാണോ? എന്താ നിങ്ങൾ പഠിച്ചത്? നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ എന്ത് പ്രേരണ നിങ്ങൾക്ക് ലഭിച്ചത് ആ പാഠഭാഗത്തിലൂടെ? ഇല്ലെങ്കിൽ ആർക്കും ചിക്കൻ ബോക്സ് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ അവിടെ പോയിട്ട് ശുശ്രൂഷിക്കും, അതാണോ പറയുന്നത്? അതൊന്നല്ല, പിന്നെന്താ? വിഷമിക്കുന്നവരെ സഹായിക്കും. ഉറക്കെ പറ. സങ്കടപ്പെടുന്നവരെ സഹായിക്കുക. ആ പിന്നെ കഷ്ടപ്പെടുന്നവരൊക്കെ സഹായിക്കാൻ പോകും. പിന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തില് നമ്മളും പങ്കാളികളാവും അല്ലെ? പിന്നെ നമ്മുടെ മനസ്സില് സേവാഭാവന. സേവാഭാവന പറഞ്ഞാൽ സേവിക്കുക, അതായത് പകർച്ചവ്യാധികളെ സേവിക്കുക എന്നല്ല, എന്നാലും എന്താണ്, അസുഖമുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറ്റാവുന്ന രീതിയിൽ. നമുക്കിപ്പോ കൊറോണ അവരെ നമുക്ക് സേവിക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കും. അപ്പൊ ബഹാദുരി, ഉദാരത, സേവാഭാവന, ന്യായപ്രിയത മുതലായ ഗുണങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുക. നെക്സ്റ്റ്, ഉചിത വികൽപ്പ് ചുൻകർ സഹി കാ ചിഹ്ന ലഗാവോ. ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്, ശരിയാ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാം. तुम बिना किसी को बताया कहां चले गए थे? एक किसने बालक रणजीत सिंह से पूछा. നീ എന്താണ് പറയാതെ ഇവിടുന്ന് എങ്ങോട്ടാണ് പോയത്? ഇതാരാണ് രാജാവിനോട് ചോദിച്ചത്? രാജാ രൺജീത് സിംഗ് അവിടെ ഒരു ദിവസം പറയാതെ പോയപ്പോ മാതാ രാജ്. ആ വെരി ഗുഡ്, മാതാ രാജ് കൗറിനെ. മാതാവ് അമ്മയാണ് ചോദിച്ചത്. ഒരു ദിവസം ഇവനെ കാണുന്നില്ല, അപ്പൊ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, നീ എവിടേക്കാണ് ഇവിടുന്നൊന്നും പറയാതെ പോയത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവിടെ ടിക്കറ്റ് വെച്ച് പോയപ്പോൾ തന്നെ ഖുറാൻ ഷരീഫ് की सुंदर अनुकृति किससे तैयार की गई थी? ഖുറാൻ ഷരീഫ് അതിന്റെ മനോഹരമായ രൂപം ഏതിനെ കൊണ്ടാണ് റെഡിയാക്കിയത്? ഏതോ ഒരു മഷി കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരീർ സ്യാഹിയല്ല, ലാൽ സാഹിയല്ല, പീതൽ കി സാഹിയല്ല, പിന്നെയോ സോനെ ചാന്ദി കി ബനി സ്യാഹിസ് അല്ലെ? സ്വർണവും വെള്ളി കളറും നിറഞ്ഞു നിൽക്കുന്ന മഷി കൊണ്ട്. നാലാമത്തെ ആൻസർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സൈനിക സൈനികർ എന്ത് കൊണ്ടുവരാണ് അന്ന് മറന്നുപോയത്? കാട്ടിലേക്ക് ഭക്ഷണം റെഡിയാക്കുമ്പോഴേ നമക്. വെരി ഗുഡ്, നമക്, സാൾട്ട്. गुड़िया ने पेड़ पर पत्थर क्यों फेंका था? എന്തിനാണ് ആ സ്ത്രീ മരത്തിലേക്ക് കല്ലെറിഞ്ഞത്? രാജാവിന് മുറിവ് പറ്റാൻ വേണ്ടിയായിരുന്നോ? അല്ല,
पेड़ से फल ആ പേട് സേ ഫൽ തോടനെ കെ ലിയെ മരത്തിൽ നിന്ന് പഴം പറിക്കാനായിരുന്നു ആ സ്ത്രീ കല്ലെറിഞ്ഞത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയട്ടെ. കിസ്നെ കിസ്സെ കഹ, ഹു സെഡ് ടു ഹർ, ആര് ആരോടാണ് പറഞ്ഞത്? मैं चुपचाप रोगियों की सेवा करने चला गया था. അത് അവിടെ ഉണ്ടല്ലേ. ഞാൻ മിണ്ടാതെ ആരും പറയാതെ പോയത് രോഗികളെ ശുശ്രൂഷിക്കാനായിരുന്നു. രൺജി സിംഗിനെ മാതാ രാജകൗസ്, രൺജി സിംഗ് തന്റെ അമ്മയോട് പറഞ്ഞത്. നെക്സ്റ്റ്, परंतु वह तो आपके किसी काम की नहीं है. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിക്ക്, നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് ആവശ്യമില്ല. ഏത് ആവശ്യമില്ല എന്നായിരിക്കും? ഖുറാൻ അല്ലെ? നിങ്ങളൊരു സിഖുകാരനാ. ഇത് ആരോട് പറഞ്ഞതാ? അയാളുടെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. ഫക്കീർ അജിജുദ്ദീൻ രാജാവിനോട്. രൺജി സിംഗ്. സോണെ നിന്റെ പേര് കണക്കന്നെ. ഫക്കീർ അജിജുദ്ദീൻ രൺജി സിംഗ്. परंतु അത് പറഞ്ഞു, हुजूर आपने इस अनुभूति के लिए बहुत बड़ी धनराशि दी है. അതും അദ്ദേഹം അവരെന്നെ പറഞ്ഞത് അല്ലേ. യജമാനെ, നിങ്ങൾ ഈ ഇതിനു വേണ്ടിയിട്ട് വെറുതെയാണ് പണം ഇത്രയും കളയുന്നത്, വെറുതെയാണ് വേസ്റ്റ് ആക്കുന്നത് പറഞ്ഞു അല്ലേ. അതും പറഞ്ഞത് ആരായിരുന്നു? ഫക്കീർ അജിജുദ്ദീനെ രാജാ രൺജി സിംഗ്. സ്പീഡിൽ പറയുമ്പോ പേര് കിട്ടുന്നില്ല കേട്ടോ. ഫക്കീർ അജിജുദ്ദീനെ. क्या नमक का मूल्य देकर आए हो? എന്താ ഉപ്പിന്റെ വില മനസ്സിലാക്കി വില കൊടുത്തിരുന്നോ? ഇത് ആരോട് പറഞ്ഞതാ? ആരാ ഇത് പറഞ്ഞത്? ആരോടാ ചോദിച്ചത്? രാജാ രൺജി സിംഗിനെ അല്ലെ, സൈനികരോട് അല്ലെ. മുജെ ക്ഷമാ കർദോ, എന്നോട് ക്ഷമിച്ചാലും. ആരോട് പറഞ്ഞതാ? എന്നോടാ? ലടുക്കിയല്ല, ബുഡിയ. ബുഡിയ ബുഡിയ. ലടുക്കിയോനെ പെൺകുട്ടിയല്ലേ, ബുഡിയ. ബുഡിയാണ് ഹൃദയ സ്ത്രീ. ബുഡിയാനെ രൺജി സിംഗ്. ഹൃദയ സ്ത്രീ രൺജി സിംഗിനോട്. नेक्स्ट, क्रिया का सही रूप लेकर वाक्य पूरा करो. ബ്രാക്കറ്റിൽ ഒരു ക്രിയ കൊടുത്തിട്ടുണ്ട്, ക്രിയ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? സെന്റൻസിനനുസരിച്ച് മാറ്റി ചേർക്കണം. महाराजा रणजीत सिंह ने भी अद्भुत अनुभूति के बारे में सुनना. सुनना क्रिया माറ്റുമ്പോൾ എന്തായി? सुना. उन्होंने सरदार होने की जिम्मेदारी को बखूबी डैश निभाना. निभाया. निभाया. फकीर अजीजुद्दीन ने डैश पूछना. पूछा. यस, पूछा. महाराजा ने बुढ़िया को कुछ धन देना. देना കൊടുക്കുക. കൊടുത്തു എന്ന് പറയുമ്പോ, നൽകി എന്ന് പറയുമ്പോ ദിയ. ധൻ ദിയ. നെക്സ്റ്റ് പേജില്, പേജ് നമ്പർ 37 കൂടി പറയാനുണ്ട്. അത് അപ്പോഴേക്കും ക്ലാസ് കട്ടാവും. എന്നാലും മിസ് പറഞ്ഞുതരാം. ആ ബോക്സിൽ കൊടുത്തു കണ്ടോ, ബ്ലൂ കളറില്? അതൊന്ന് വായിച്ച് റെഡിയാക്കി വെക്കുക. എന്തായത്? ബാക്കി അതായത് ഓരോ ചിഹ്നങ്ങളുടെയും പേര്. നമ്മുടെ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അല്ലേ, ഡോട്ട്, അങ്ങനെയുള്ള ഓരോരുത്തർ ചിഹ്നങ്ങളുണ്ട്. പൂർണ്ണ വിരാം ചിഹ്നാണ് ഫുൾ സ്റ്റോപ്പ്. ഇതിലെന്താ പറയാ? ഫുൾ സ്റ്റോപ്പിന് പൂർണ്ണ വിരാമ ചിഹ്നം. അതുപോലെ നമ്മള് കോമ ഇടുന്നില്ലേ, കോമ, അതിനെന്താ പറയാ? അല്പവിരാമ ചിഹ്നം. അല്പവിരാമ ചിഹ്നാണ് എന്ത്? കോമ. കുത്തും ഒരു കോമ ഇടുന്നില്ലേ നമ്മള്, കുത്ത് ഒരു കോമ, അതിനെ അർദ്ധവിരാമ ചിഹ്നം എന്ന് പറയും.
അർത്ഥ വിരാമ ചിഹ്നം. പിന്നെ ആശ്രിതത്തോടെ നമ്മള് ആശ്രിത സൂചകമായിട്ട് ഉപയോഗിക്കുന്നില്ലേ, ഒരു പുഷ്ടപ്പെടുന്ന ഒരു ഡോട്ട്, അതിനെയാണ് വിസ്മയാദി ബോധക ചിഹ്നം എന്ന് പറയുന്നത്. വിസ്മയാദി ബോധക ചിഹ്നം എനിക്കിപ്പോ ഓൺലൈൻ ക്ലാസ്സിൽ ഒന്നും മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻ മാർക്കിന് പ്രശ്നവാചക ചിഹ്നം എന്ന് പറയും. അത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ ബ്ലൂ കളറിൽ കൊടുത്തിരുന്നത് വായിച്ചു നോക്കണേ. നെക്സ്റ്റ് കൊടുത്തിരുന്ന സെന്റൻസ് നമുക്ക് ഇതുപോലെ അല്പവിരാമോ പൂർണ്ണവിരാമോ അല്ലെങ്കിൽ വിസ്മയാദി ബോധകം എന്താണോ ചേർക്കേണ്ടത് അതിനനുസരിച്ച് ചേർക്കാനുണ്ട് കേട്ടോ. അതാണ് അടുത്ത വർക്ക്. അപ്പൊ മിസ് ഇപ്പൊ അയച്ചു തരുമ്പോ ആ വർക്ക് മുഴുവനും അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം കംപ്ലീറ്റ് ആക്കണം. മനസ്സിലായ? അപ്പൊ നെക്സ്റ്റ് വരുന്ന സെന്റൻസില് നമ്മൾ അതിൽ വേണ്ടുന്ന അല്പവിരാമ വേണ്ടെങ്കിൽ അത്, ഫുൾ സ്റ്റോപ്പ് വേണ്ടെങ്കിൽ അത്, അതൊക്കെ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിസ് ഇപ്പൊ തന്നെ അയച്ചു തരും കേട്ടല്ലോ. ആ ചിഹ്നങ്ങൾ ചേർക്കേണ്ട ഇപ്പൊ ക്ലാസ് കട്ടോ. അതിന്റെ ബാക്കിയുള്ളത് തൊട്ട് താഴെയുള്ളത് മേം എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരു മേം, ഒരു വരയിടുന്ന മേമിന് പ്രത്യേകമാണ് ഈ ഉള്ളിൽ. ഈ രണ്ട് മേമും ചേർക്കേണ്ടത് ഏതൊക്കെ മേമാണെന്നുള്ളത് ഫില്ല് ചെയ്യേണ്ടതാണ്. രണ്ട് മേം വ്യത്യാസമുണ്ട്, ഒന്ന് ഞാൻ, ഒന്ന് ഉള്ളിൽ. അപ്പൊ ഫസ്റ്റിലും ചേർക്കേണ്ടത് മേമില് ഞാൻ എന്നുള്ളതും നെക്സ്റ്റ് ചേർക്കേണ്ട മേം ഉള്ളിൽ പ്രത്യേകമാണ്. അപ്പൊ അത് ഏതൊക്കെ എവിടെയൊക്കെ ചേർക്കണം എന്താണ് നെക്സ്റ്റ് ഫില്ല് ചെയ്യേണ്ടത്. മനസ്സിലായോ? മേം ഞാൻ, മേം ഉള്ളിൽ. അത് വേണമെങ്കിൽ മിസ് അതിന്റെ വലത്ത് സൈഡില് മലയാളം മീനിങ് എഴുതി വെക്കാം കേട്ടല്ലോ. അതനുസരിച്ച് മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയച്ചു തരും. പേജ് നമ്പർ 37 വരെ എല്ലാവരും